فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അതർഹിക്കുന്നതിൻ്റെ ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ തമ്പുരാൻ അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്. അൽ അനാത്തു മിനല്ലാഹ്, സാവകാശം എന്നുള്ളത് അള്ളാഹുവിൽ നിന്നാണെന്നും വൽ അജലത്തു മിനശ്ശൈത്വാൻ, ധൃതി അത് പിശാചിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ധൃതി കാണിക്കാൻ പാടില്ലാത്ത 6 കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പൊതുവെ എല്ലാ കാര്യങ്ങളിലും അവധാനത കാണിക്കണമെന്നുള്ളതാണ് പ്രവാചകന്റെ വചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ചില കാര്യങ്ങൾക്കൊക്കെ അല്പം ധൃതി കാണിക്കൽ നല്ലതാണ് എന്നുള്ളതാണ്. ധൃതി കാണിക്കാൻ വേണ്ടി പ്രത്യേകം എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു കാര്യങ്ങളെ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ സാവകാശം കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അഥവാ അള്ളാഹുവിനെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിളിക്ക് ഉത്തരം നൽകുന്നതിൽ നമ്മൾ അമാന്തം കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മൂസാ നബിയുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ
ജനതയെ സഹോദരനായിട്ടുള്ള ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി സീനാ പർവ്വതത്തിലേക്ക് പോയിട്ടുള്ളത്. സീനാ പർവ്വതത്തിലെത്തിയപ്പോൾ നിന്റെ ജനങ്ങളെ വിട്ടുകൊണ്ട് നീ ധൃതിപ്പെട്ടുകൊണ്ട് വരാനുള്ള കാരണം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് ചോദിക്കുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: വമാ അഅജലക അൻ ഖൗമിക യാ മൂസ. അല്ലാഹു മൂസാ നബിയോട് ചോദിക്കുകയാണ്, അല്ല മൂസ, നിന്റെ ജനങ്ങളെ വിട്ട് ധൃതിപ്പെട്ടുകൊണ്ട് വരാനുള്ള കാരണം എന്താണ്? ഖാല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹും ഔലാഇ അലാ അഥരി വജലത് ഇലൈക റബ്ബി ലിതർള. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്തരം കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്: അവരിതാ എൻ്റെ പിന്നിൽ തന്നെയുണ്ട്. എൻ്റെ രക്ഷിതാവേ, നീ തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ 20-ാമത്തെ സൂറത്തിലെ 83-84 വചനങ്ങളിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിൻ്റെ തൃപ്തി എത്രയും പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് കടന്നു വന്നിട്ടുള്ളത് എന്നാണ് അള്ളാഹുവിന് നൽകുന്ന മറുപടി എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. തഫ്സീർ സഅദിയിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, യാ റബ്ബി ത്വലബ ലി ഖരീബിക വമസാറഅതൻ ഫീ റിളാക വശൗഖൻ ഇലൈക. രക്ഷിതാവേ, താൻ നിന്നിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് സാമീപ്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ തൃപ്തി പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള അടങ്ങാത്ത മോഹമാണ്, ആഗ്രഹം കൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു തഫ്സീറിൽ നമുക്ക് വിശദീകരണമായി കൊണ്ട് കാണാൻ സാധിക്കുന്നത്. മറ്റു തഫ്സീറുകളൊക്കെ നമ്മൾ പരിശോധനകൾക്ക് വിധേയമാക്കിയാൽ അവിടെയൊക്കെ ആ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക, അത് നേടാൻ വേണ്ടിക്കൊണ്ട് അത് നേടുക എന്നുള്ളത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനു വേണ്ടി ധൃതി കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ശറഈയായിട്ടുള്ള ഏതു മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അത്തരം നന്മകൾക്ക് വേണ്ടി നമ്മൾ ധൃതി കാണിക്കണമെന്നുള്ളതാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള ചില പദങ്ങളുണ്ട്. ആ പദങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങൾ മുന്നേറുക, മുന്നോട്ട് കടന്നു വരിക, ധൃതിപ്പെട്ടുകൊണ്ട് കടന്നു വരിക എന്നുള്ള പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചതായി ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ കടന്നു വരിക. നന്മയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞത് ഫസ്ഔ എന്നാണ്, നിങ്ങൾ വേഗത്തിൽ കടന്നു വരണമെന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് സാബിഖൂ, നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ മുൻകടന്ന് കടന്നു വരിക. എന്തിലേക്കാണ് നിങ്ങൾ മുൻകടന്നു വരേണ്ടത്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും,
നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിന് വേണ്ടി വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള സ്വർഗത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ മുൻകടന്നു വരിക എന്ന് ഖുർആൻ ഒരു സ്ഥലത്ത്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് വസാരിഊ, നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് കടന്നു വരണം. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കടന്നു വരേണ്ടത്? അല്ലാഹുവിന്റെ പാപമോചനത്തിന്, ആ സ്വർഗത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഫസ്തബിഖുൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മത്സരിച്ചുകൊണ്ട് മുന്നേറുക. ഈ ആയത്തുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ശർഈയായിട്ടുള്ള നന്മയായിട്ടുള്ള പരലോകത്തിന്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്യണം? അമാന്തം കാണിക്കരുത്, ധൃതി കാണിക്കണമെന്നുള്ളതാണ് ഈ ആയത്തുകളൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ച ഹദീസിൽ കാണാം, അത്തഅദ്ദതു ഫീ കുല്ലി ഷൈഇൻ ഇല്ലാ ഫീ അമലിൽ ആഖിറ, പരലോകത്തേക്കുള്ള കർമ്മമൊഴിച്ച് ഏതു കാര്യത്തിലും നിങ്ങൾ സാവകാശം കാണിക്കണമെന്നുള്ളതാണ്. അഥവാ പരലോകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സാവകാശം കാണിക്കരുത്, അതിലൽപ്പം ധൃതി കാണിക്കണമെന്നുള്ളതാണ്. എന്നാൽ ദുനിയാവിന്റെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് സാവകാശം കാണിക്കണമെന്നുള്ളതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഇനി എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ ധൃതി കാണിക്കണം? ചില കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനും ചിലത് നമുക്ക് എണ്ണിക്കൊണ്ട് തന്നെ എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിലൊന്ന്, തെറ്റുകൾ ചെയ്തു പോയ മനുഷ്യൻ പശ്ചാത്തപിക്കാൻ അല്ലാഹുവിലേക്ക് അടുക്കേണ്ടത് ഒരിക്കലും തന്നെ അമാന്തം കാണിക്കാതെ ധൃതിപ്പെട്ടുകൊണ്ടവൻ കടന്നു വരണമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഖുർആൻ പറഞ്ഞത് ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅലമൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ് ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം, പശ്ചാത്താപം സ്വീകരിക്കാൻ അല്ലാഹു ബാധ്യത ഏറ്റിട്ടുള്ളതാണ്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ അല്ലേ, ആ പശ്ചാത്താപം അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവരിൽ ബാധ്യതപ്പെട്ടതാണ് എന്നുള്ളതാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അറിവുകേട് നിമിത്തം തിന്മ ചെയ്യുകയും എന്നിട്ട് താമസിയാതെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് എന്നുള്ളതാണ്. തെറ്റുകൾ സംഭവിച്ച ഉടനെ അല്ലാഹുവിലേക്ക് ആരെങ്കിലും ഇസ്തിഗ്ഫാർ നടത്തുകയാണ് എങ്കിൽ ആ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുമെന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഖുർആൻ ഇവിടെ പറഞ്ഞത് തെറ്റ് ചെയ്ത മനുഷ്യൻ അല്ലേ എത്രയും പെട്ടെന്ന് ധൃതി കാണിക്കണമെന്നുള്ളതാണ് പശ്ചാത്താപത്തിന്. മറ്റൊന്ന് ഖുർആൻ പറഞ്ഞത് മനുഷ്യരുമായി കൊണ്ട് സാമ്പത്തികമായ മറ്റ് വല്ല ബാധ്യതകളും അവനുണ്ട് എങ്കിൽ അതവൻ പെട്ടെന്ന് തീർക്കണമെന്നുള്ളതാണ്. പിന്നീടാകാം, കുറച്ചങ്ങ് കഴിയട്ടെ, അങ്ങനെ മനഃപൂർവമായി കൊണ്ട് നീട്ടിവെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശമെന്നുള്ളത്. എന്തുകൊണ്ട്? നമ്മൾക്ക് കടങ്ങളുണ്ട് എങ്കിൽ ആ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടണമെന്നുള്ളതാണ്, അത് നീട്ടിവെക്കരുത് എന്നുള്ളതാണ്. കാരണം എന്താണ് സഹോദരന്മാരെ? മരണം ഏതു നിമിഷങ്ങളും നമ്മളെ തേടിയെത്തും. കടക്കാരനായിക്കൊണ്ടാണ്, ആ കടങ്ങൾ വീട്ടാതെയാണ് ഞാനും നിങ്ങളും മരണപ്പെടുന്നുവെങ്കിൽ അതേ അല്ലേ നമ്മുടെ റൂഹുമായിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മളുമായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഒന്നാണ്. നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നു. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള വാക്ക് ഇങ്ങനെയാണ്: നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യഖ്ലാ അൻഹു. കടം വീട്ടുന്നതുവരെ സത്യവിശ്വാസിയുടെ ആത്മാവ് അതുമായി ബന്ധിപ്പിക്കപ്പെടും. ഒരാളുടെ കടം വീട്ടുന്നതുവരെ അതാ അയാളുടെ ആത്മാവുമായി കൊണ്ട് അത് ബന്ധിപ്പിക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ കടക്കാരുള്ള ഒരു മയ്യത്തിന് വേണ്ടി നമസ്കാരത്തിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത്. ആരാണ് ഈ കടം ഏറ്റെടുക്കുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ആ മയ്യത്തിന് വേണ്ടി ലോകത്തിന്റെ പ്രവാചകൻ അതിനു വേണ്ടി നമസ്കാരത്തിന് നിന്നിട്ടുള്ളത്, നേതൃത്വം വഹിച്ചിട്ടുള്ളത്. ഏറ്റെടുത്ത വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് കണ്ടപ്പോൾ ചോദിക്കുകയാണ് പ്രവാചകൻ, അത് വീട്ടിയോ എന്ന്. ഇല്ല, വീട്ടാമെന്ന് പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് അത് വീട്ടണം, എങ്കിൽ മാത്രമാണ് അവനുമായി കൊണ്ട് ആ ആത്മാവുമായി കൊണ്ട് അത് വേർപിരിയുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ധൃതി കാണിക്കേണ്ട ഒന്നാണ് കടങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മൾ വീട്ടി തീർക്കുക എന്നുള്ളത്. മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, തുറക്കാൻ നോമ്പ് തുറക്കാൻ സമയമായാൽ നിങ്ങൾ അതിൽ ധൃതി കാണിക്കണം എന്നുള്ളതാണ്. സമയമാകട്ടെ, ആയിട്ടല്ല, 1 മിനിറ്റ് കൂടി കഴിയട്ടെ, കുറച്ചുകൂടി കഴിയട്ടെ, ബാങ്ക് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് ഒരാൾ നിൽക്കരുത്. സമയമായാൽ നിങ്ങൾ നോമ്പെന്താക്കണം, അത് നിങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ. ജനങ്ങൾ നോമ്പ് മുറിക്കാൻ വേണ്ടി ധൃതി കാണിക്കുന്ന കാലം വരേക്കും ജനങ്ങൾ നന്മയിലായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നു. നോമ്പ് തുറക്കാനുള്ള സമയമായാൽ പെട്ടെന്ന് അതിന് വേണ്ടി ധൃതി കാണിക്കണമെന്നുള്ളതാണ് പ്രവാചകന്റെ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കപ്പെടുന്നത്. മറ്റൊന്ന് പ്രവാചകൻ ധൃതി കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, മരണപ്പെട്ട വ്യക്തിയുടെ ജനാസ സംസ്കരിക്കുന്നതിൽ നിങ്ങൾ ധൃതി കാണിക്കണമെന്നുള്ളതാണ് നമ്മുടെ കൽപ്പനകൾ. നമ്മുടെ നാട്ടിൽ ഇന്ന് അനാവശ്യമായി കൊണ്ട് മറവ് ചെയ്യാതെ അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാൾ ദൂരത്തുനിന്ന് വരാനുണ്ട്, ഒരാൾ അപ്പുറത്തുനിന്ന് വരാനുണ്ട് എന്നൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ടാണ് പലപ്പോഴും ആളുകൾ മയ്യത്തെടുക്കാതെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യാതെ നീട്ടിവെക്കുന്ന ഒരവസ്ഥകൾ നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്നു. അത് ശരിയായിട്ടുള്ള നിലപാടല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെക്കുറിച്ച് പഠിപ്പിച്ച ഹദീസിൽ കാണാം, അസ്രിഉ. പ്രവാചകൻ അവിടെ പ്രയോഗിച്ചത് അങ്ങനെയാണ്, നിങ്ങൾ ധൃതി കാണിക്കണമെന്നുള്ളതാണ്. ബിൽ ജനാസ, ജനാസയുടെ കാര്യത്തിൽ നിങ്ങൾ ധൃതി കാണിക്കണമെന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ വിശദീകരിച്ചു, ഫഇൻ തകു സ്വാലിഹതൻ ഫഖൈറുൻ തുഖദ്ദിമൂനഹാ ഇലൈഹി. ആ നല്ല ജനാസയാണെങ്കിൽ, നല്ല മനുഷ്യന്റെ ജനാസയാണെങ്കിൽ അത് നിങ്ങൾ അതിൻ്റെ സുഹൃതയിലേക്ക്, അതിൻ്റെ നല്ല കാര്യങ്ങളിലേക്ക്, നിങ്ങൾ നന്മയിലേക്കാണ് നിങ്ങൾ അതിനെ നയിക്കുന്നത്. ആ നയിക്കാൻ വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കണമെന്നുള്ളതാണ്. എന്നാൽ പ്രവാചകൻ പറഞ്ഞു, ഇനി അതല്ല, നല്ല മയ്യത്തല്ല, ഒരു ചീത്ത മയ്യത്താണ് നിങ്ങൾ വെച്ചുകൊണ്ട് വെറുതെ നേരം വൈപ്പിക്കുന്നതെങ്കിൽ, അതിൻ്റെ സംസ്കാരങ്ങളിൽ നിങ്ങൾ ധൃതി കാണിക്കുന്നില്ല എങ്കിൽ, അത് നിങ്ങളുടെ ചുമലുകളിൽ നിന്ന് ആ തിന്മയായിട്ടുള്ള അതിനെ നിങ്ങൾ ചുമലുകളിൽ നിന്ന് ഇറക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. നല്ല മയ്യത്താകുമ്പോൾ അതിൻ്റെ സുഹൃതയിലേക്ക്, നന്മയിലേക്ക് നിങ്ങൾ എന്താക്കണം, ധൃതി കാണിക്കണമെന്നാണ്. അതുകൊണ്ടാണ്
ആ മയ്യത്ത് വിളിച്ചു പറയുമെന്നുള്ളതാണ്. അല്ലേ, നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോകി എന്നുള്ളത്. എന്നാൽ ചീത്ത മയ്യത്താണെങ്കിൽ നിങ്ങൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് പറയപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ തിന്മയെ നിങ്ങൾ ചുമലുകളിൽ നിന്ന് ഇറക്കി വെക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഇനി ധൃതി കാണിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആളുകൾ ഇത്ര സീരിയസ് ആയിക്കൊണ്ട് എടുക്കാത്ത ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാനുള്ള സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിക്കൊണ്ട് സൗകര്യങ്ങളൊക്കെ ഒത്തിണങ്ങിയിട്ടും ആളുകൾ എന്താണ്, അത് കുറച്ചൊക്കെ ഒന്ന് വാർദ്ധക്യത്തിലേക്ക് പോകട്ടെ, അല്ലേ, എല്ലാ ബാധ്യതകളും തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്നൊരവസ്ഥയാണ് പൊതുവെ ആളുകൾക്കിടയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒന്നാണ്. പ്രവാചകൻ എവിടെ പറഞ്ഞു, ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ എന്താക്കണം, ധൃതി കാണിക്കണം എന്നുള്ളത്. എല്ലാ ബാധ്യതയും കഴിയട്ടെ, എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തേണ്ടതല്ല പരിശുദ്ധമായിട്ടുള്ള ഹജ്ജ് കർമ്മം എന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമുണ്ടോ, അതിന് ആരോഗ്യമുണ്ടോ, അല്ലേ, അതിനെല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ കൊത്തിണങ്ങിയിട്ടുണ്ടോ എങ്കിൽ അതിന് നിങ്ങൾ എന്താക്കണം, ധൃതി കാണിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഹാത്തിം അൽ ഹസം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയാണ്, അൽ അജലതു മിനശ് ശൈത്താൻ, ധൃതി ശൈത്താനിൽ നിന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കി, ഇല്ലാ ഫീ ഹംസത്തിൻ ഫഇന്നഹാ മിൻ സുന്നത്തി റസൂലില്ലാ, 5 കാര്യങ്ങൾ ഒഴികെ തീർച്ചയായും ആ 5 കാര്യങ്ങളിൽ നിങ്ങൾ എന്താക്കണം, ധൃതി കാണിക്കണം എന്നുള്ളതാണ്. അത് പ്രവാചകന്റെ ഫഇന്നഹാ മിൻ സുന്നത്തി റസൂലില്ലാ, അത് പ്രവാചകന്റെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. 5 കാര്യങ്ങൾ അദ്ദേഹം ഏതൊക്കെയാണ് അതിൽ എണ്ണിയിട്ടുള്ളത്? 1, അതിഥിക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്. 2ാമത്തെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മയ്യത്ത് പരിപാലനം എന്നുള്ളതാണ്, മയ്യത്ത് സംസ്കരണം എന്നുള്ളതാണ്. 3ാമത്തെ അദ്ദേഹം പറഞ്ഞത് കന്യകയെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത്. വിവാഹത്തിന് പ്രായമെത്തിയിട്ടുള്ള അല്ലെ കന്യകകളെ നിങ്ങൾ അതിനെ വിവാഹം കഴിപ്പിക്കുക എന്നുള്ളത്. 4ാമത്തെ അദ്ദേഹം പറഞ്ഞത് കടം വീട്ടുക എന്നുള്ളതാണ്. 5ാമത്തത് തിന്മയിൽ നിന്ന് തൗബ ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമായി കൊണ്ടതാണ് പണ്ഡിതന്മാർ നമുക്ക് ഈ ഓരോ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അപ്പൊ ധൃതി കാണിക്കേണ്ട കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, പരലോകത്തിന്റെ വിഷയത്തിൽ നമുക്ക് എന്തുണ്ടാകണം, ധൃതി ഉണ്ടാകണം. ദുനിയാവിന്റെ വിഷയത്തിൽ ഒരിക്കലും തന്നെ ധൃതി ഉണ്ടാകാൻ പാടില്ല. ധൃതി ഉണ്ടാകാൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ നമുക്ക് ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ലൈവായിക്കൊണ്ടുള്ള വാർത്തകളിലൊന്നാണ് ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശ്വാസി അറിയേണ്ടത്, പഠിക്കേണ്ടത്? ഖുർആനിൽ നമുക്ക് നൽകുന്ന ധാരാളം മുന്നറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം
മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങളുടെ മുഖമുക്കനകൾ മാറിടത്തിലേക്ക് നിങ്ങൾ താഴ്ത്തി ഇടണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് അത് ധരിച്ചതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ പോലും മുസ്ലിമായിട്ടുള്ള അവൻ്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പോലും നിഷേധിക്കുന്ന, പാടെ തള്ളിക്കളയുന്ന സംഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഐഡന്റിറ്റികളെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട, മുറുകെ പിടിക്കേണ്ട, അത് ഇസ്ലാമിൻ്റെ ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട സന്ദർഭങ്ങളും സാഹചര്യങ്ങളും എന്നുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടത്, എറണാകുളത്ത് നടന്ന ഒരു സംഭവമാണ് എങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കൾ ഇത്തരം ഹിജാബുകൾ ധരിച്ചുകൊണ്ടാണോ കടന്നു പോകുന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപാട് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി മുഖമുക്കനകൾ കൃത്യമായി അത് ധരിക്കേണ്ട രൂപത്തിൽ ധരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കൾ പോകുന്നത് എന്നുള്ള ഉറപ്പ് വരുത്തേണ്ട ഇസ്ലാമിൻ്റെ ചിട്ടവട്ടങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട, അവരുടെ ഔറത്തുകൾ ഇന്നതാണ് എന്ന് നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നൽകിയ മുന്നറിയിപ്പിൽ ഒന്ന് ഖുർആൻ പറഞ്ഞത് ഇങ്ങനെയാണ്: യഹൂദർക്കോ ക്രിസ്ത്യാനികൾക്കോ അഥവാ ക്രൈസ്തവർക്കോ ഒരിക്കലും നിന്നെപ്പറ്റി തൃപ്തി വരികയില്ല, നീ അവരുടെ മാർഗം പിൻപറ്റുന്നതുവരെ. വിശുദ്ധ ഖുർആനിലെ ഒരു വാചകം അങ്ങനെയാണ്. ഇനി ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദ. അവിടെ ഖുർആൻ പ്രയോഗിച്ചത്, നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം നിങ്ങളെ അവിശ്വാസികളാക്കി മാറ്റിയെടുക്കാനാണ് വേദക്കാർ മിക്കവരും ആഗ്രഹിക്കുന്നത് എന്നാണ്. സത്യം വ്യക്തമായി അവർക്ക് ബോധ്യപ്പെട്ടിട്ടും സ്വാർത്ഥമായ അസൂയ നിമിത്തമാണ് ഈ നിലപാടുകൾ അവർ സ്വീകരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. മറ്റൊരായത്തിൽ ഖുർആൻ പറഞ്ഞത്, വദ്ദത് ത്വാഇഫത്തും മിൻ അഹ്ലിൽ കിതാബ് ലൗ യുളില്ലൂനകും വമാ യുളില്ലൂന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. വേദക്കാരിൽ ഒരു വിഭാഗം നിങ്ങളെ വഴിതെറ്റിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവരാണ്. നിങ്ങളെ വഴിതെറ്റിക്കാൻ എന്ന് ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ അവർ വഴിതെറ്റിക്കുന്നത് അവരെ തന്നെയാണ്, അവരത് മനസ്സിലാക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തന്നു. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത്, വദ്ദു ലൗ തക്ഫുറു കമാ കഫറു ഫതകൂന സവാ. അവർ അവിശ്വസിച്ചതുപോലെ നിങ്ങളും അവിശ്വസിക്കുകയും അങ്ങനെ നിങ്ങളെല്ലാം ഒരുപോലെ ആയിത്തീരുവാൻ വേണ്ടിയാണ് അവർ കൊതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് വിശദീകരിച്ചു തന്നു. മറ്റൊരു സ്ഥലത്ത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ, വിശ്വാസികളെ എന്ന് വിളിച്ച് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, ഇൻ തുതീഉ ഫരീഖം മിനല്ലദീന ഊതുൽ കിതാബ് യർദൂനകും ബഅദ ഈമാനികും കാഫിരീൻ. വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം അവർ നിങ്ങളെ അവിശ്വാസികളായി മാറ്റിയേക്കാം എന്നുള്ളതാണ്. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ
പല ആളുകളും പറഞ്ഞിട്ടുള്ളത്, എന്തിനാ ഇത്തരം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്? ആരാ പറയുന്നത്? മുസ്ലിമായിട്ടുള്ള മനുഷ്യർ പറയുന്ന വാചകങ്ങളാണ്. നോക്കൂ നിങ്ങൾ, ഖുർആനിന്റെയും ഹദീസിനെയും ഉൾക്കൊള്ളുന്ന ആളുകൾ പറഞ്ഞ വാചകങ്ങളാണ്. അതിപ്പോ ഒരു തട്ടടാതെ സ്കൂളിൽ പോയപ്പോ എന്താ പറ്റുക? ഈ ചെറിയ കുട്ടികളോട് പോലും അങ്ങനത്തെ തട്ടങ്ങൾ ധരിപ്പിക്കേണ്ടതുണ്ടോ? നോക്കൂ നിങ്ങൾ. അത് മാത്രമല്ല അല്ലേ, ഇവിടെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വാചകങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ആ പ്രിൻസിപ്പാൾ പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം എന്താ? മറ്റുള്ള കുട്ടികളെ ഭയപ്പെടുത്തുമെന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം. പറയുന്നത് അതുപോലെ ഹിജാബ് ഇട്ടിട്ടുള്ള ഒരു സ്ത്രീയാണ് പറയുന്നത് എങ്കിൽ നമുക്ക് തിരിച്ചു ചോദിക്കാനുണ്ട്, നിങ്ങൾ ധരിച്ച വസ്ത്രത്തിൽ കുട്ടികൾക്ക് ഭയപ്പാടില്ലേ? ഭയപ്പാടില്ലേ? ഏതെങ്കിലും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമിട്ടാൽ ഭയപ്പാടെന്നുള്ളതാണോ? മുസ്ലിം തട്ടമിട്ടാൽ ഭയപ്പാടെന്നും മറ്റുള്ള ആളുകൾ ഇട്ടാൽ അത് ഭയപ്പാടില്ല എന്നുള്ളതാണോ? അതുകൊണ്ടാണ് അല്ലേ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലേ ഒരു കൊച്ചു സഹോദരി പറഞ്ഞിട്ടുള്ളത്, അത് ആളുകളുടെ പ്രശ്നമല്ല, മറിച്ച് മനസ്സിലുള്ള ചില പ്രശ്നങ്ങളാണ് എന്ന് 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി തട്ടമിട്ടുകൊണ്ട് അതിനെതിരെ ശബ്ദങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, കുട്ടികൾ വരെ മനസ്സിലാക്കി കഴിഞ്ഞു. അതൊക്കെ മനസ്സിൽ ചില ആളുകൾക്ക് തോന്നുന്ന ചില പ്രശ്നങ്ങളാണ് എന്നുള്ളത്. നോക്കൂ, ഈ ആയത്തുകളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എക്കാലഘട്ടങ്ങളിലും അല്ലേ, എക്കാലഘട്ടങ്ങളിലും അഥവാ അന്ന് പ്രവാചകന്റെ അറേബ്യയിൽ ഉണ്ടായിട്ടുള്ള വേദക്കാരെ സംബന്ധിച്ച് മാത്രമല്ല ഖുർആനിന്റെ ഈ വാചകങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന് ശേഷവും ജീവിച്ചു പോരുന്ന വേദക്കാരിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ്, വ്യതിചലനങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നമ്മുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുസ്ലിമായി കൊണ്ട് ജീവിക്കാൻ അല്ലേ, മുസ്ലിമിന്റെ ഐഡന്റിറ്റി അല്ലേ അത് കൃത്യമായി കൊണ്ട് ധരിക്കേണ്ട രൂപത്തിൽ ധരിച്ച് അല്ലേ നമ്മുടെ വിശ്വാസപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ ആര് എന്തൊക്കെ വില കുറച്ച് കാണിച്ചാലും ശരി, സഹോദരന്മാരെ, നമ്മളതിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലഘട്ടങ്ങൾ വരുമ്പോൾ വിശ്വാസങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് തീക്കട്ടയിൽ ചവിട്ടുന്നത് പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. എങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവാചകൻ താക്കീത് നൽകിയിട്ടുണ്ട് എങ്കിൽ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അല്ലേ അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളിലെല്ലാം ധൃതി കാണിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തിരുമാറാകട്ടെ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും അള്ളാഹു വേർതിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായിക്കൊണ്ട് ജീവിക്കാനും മുസ്ലിമായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ഉണ്ടായാലും ശരി, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വാസങ്ങളിൽ അടിയുറച്ചുകൊണ്ട് ഷിർക്ക് ചെയ്യാതെ തൗഹീദിൽ ഉറച്ചുകൊണ്ട് അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകൃതി ദുരിതങ്ങളിൽ നിന്നും അസഹീനമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നും മാരകമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ധാരാളം രോഗികൾ പ്രാർത്ഥനകൾ കൊണ്ട് വസീയത്ത് പറഞ്ഞു. ഇന്നലെയും മനിയാന്നുമായി കൊണ്ട് 5 ക്യാൻസർ രോഗികളാണ് സ്വന്തം നാട്ടിൽ ഞാൻ പോയി സന്ദർശിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് പലരും എന്നോട് പറഞ്ഞ വാചകങ്ങളുണ്ട്. പനി പടരുന്നത് പോലെയാണ് ഇന്ന് ഇത്തരം രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 35 വയസ്സുള്ള ചെറുപ്പക്കാരെയാണ് 5 ആളുകളെ ഞാൻ പോയി കണ്ടിട്ടുള്ളത്. പിഞ്ചു മക്കൾ അവരുടെ കൂടെയുണ്ട്. നമ്മൾ ആലോചിക്കണം.
എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയാണ് അത്തരം രോഗികൾ കടന്നു പോകുന്നത്. പ്രാർത്ഥനയുടെ ഇടം നമ്മളിലൊക്കെ ഉണ്ടാകണം. അള്ളാഹു അത്തരം രോഗികൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നീയാണ് ഷാഫി, ശിഫ നൽകുന്നവൻ നീയാണ്. അതുകൊണ്ട് അത്തരം രോഗികൾക്ക് ശിഫ നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, അവിടെ വേദനകൾക്ക് നീ ശമനം നൽകണമേ. അള്ളാഹുവേ, അവിടെ പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കണമേ. അള്ളാഹുവേ, ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും ഞങ്ങൾക്കും അവർക്കൊക്കെ നൽകി നീ അനുഗ്രഹിക്കണമേ. എല്ലാ മാരകമായ രോഗത്തെ തൊട്ട് അള്ളാഹു നമ്മെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസിനികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹുരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവർക്ക് അള്ളാഹുവിൻ്റെ സഹായം പെട്ടെന്ന് നൽകുമാറാകട്ടെ. ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. ശത്രുക്കൾക്ക് അള്ളാഹു പരാജയങ്ങൾ നൽകി വിശ്വാസികൾക്ക് അള്ളാഹു വിജയം നൽകുമാറാകട്ടെ. വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, ആ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അതെല്ലാം സഹിച്ചു നിൽക്കാനുള്ള, വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് നിൽക്കാനുള്ള ഈമാനികമായിട്ടുള്ള കരുത്തും അതുപോലെ തന്നെ ഉറച്ച മനസ്സും അള്ളാഹു നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മുഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم أجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله. اللهم صل